ഇന്ന് ഞാൻ ചാമേരി വെച്ച് ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായി 1 കപ്പ് ചാമേരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇവിടെ ചെളിയുണ്ട്, അതുകൊണ്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. ഈ കപ്പിന് 1 കപ്പ് ചാമേരി എടുക്കുമ്പോൾ 1/2 കപ്പ് ഉഴുന്ന് എടുക്കണം. അതിന്റെ കൂട്ടത്തിൽ 1 പിടി ഉലുവയും കൂടി ഇടാം. അത് ശരീരത്തിന് നല്ലതാണ്. അത് നന്നായി കഴുകി വെള്ളത്തിലിടാം. ഇട്ട ഉഴുന്ന് അരിയും 5 മണിക്കൂറിന് ശേഷം നമുക്ക് അരയ്ക്കാം. ആദ്യം ഉഴുന്ന് അരയ്ക്കാം. നേരത്തെ വെള്ളം ഒഴിക്കണം. ഉഴുന്ന് നന്നായി അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. അതേ ജാറിലേക്ക് തന്നെ ചാമ അരിയും ഇട്ടിട്ട് അരച്ചെടുക്കാം. ചാമ അരിക്ക് ഉഴുന്നിനേക്കാൾ അരയ്ക്കുന്നതിന് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് അത് നന്നായി അരച്ചെടുക്കുന്നതിന് അല്പം സമയം എടുക്കേണ്ടി വരും. എനിക്ക് നിലത്തെ വെള്ളം ഒഴിക്കണം. അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആ ഉഴുന്നിലേക്ക് അരച്ചു വെച്ച ഉഴുന്നിലേക്ക് അത് ചേർക്കും. നന്നായി യോജിപ്പിച്ച് രണ്ടും കൂടെ ഉഴുന്നരച്ചതും അരി അരച്ചതും കൂട്ടി നന്നായി ഇളക്കി വെക്കും. ഈ ഇളക്കി വെച്ച മാവ് 6 മുതൽ 8 മണിക്കൂർ വരെ ഇരിക്കണം. ആ സമയത്ത് നന്നായി പൊങ്ങി വരും. ഇതിലേക്ക് അരച്ചു വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർക്കാം. ചേർത്ത് നന്നായി ഇളക്കി വെക്കാം. അപ്പച്ചമ്മയുടെ തട്ടിനകത്ത് നെയ്യ് പുരട്ടി എടുക്കാം. എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. നെയ്യുടെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് പറ്റാം. അല്ലാത്തൊരു എണ്ണ പറ്റിയാലും മതി. ഇത് പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് പറ്റുന്നത്. ഈ ഉപയോഗിക്കുന്ന നെയ്യും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഞാൻ പാല് കാച്ചി തണുക്കാൻ വെക്കും. ആ തണുക്കാൻ വെച്ച പാല് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. രാത്രി ഫ്രിഡ്ജിൽ ഇരുന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് ആ പാട, അതിനകത്തെ പാട അപ്പോൾ നല്ല കട്ടയായിട്ട് മേളിലിരിക്കും. ആ പാട എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങളിലെ പാല് ചെയ്ത് ആ പാട ചില തൈര് കൂടെ കൂട്ടി അടിച്ച് എടുത്താണ് ഈ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ചെമ്പിനകത്ത് തട്ട് വെച്ച് മാവൊഴിക്കാൻ പോവാണ്. മാവൊഴിക്കുമ്പോൾ കുഴി നിറച്ചൊഴിക്കണ്ട, ഇത് പൊങ്ങി വരും. പാത്രം അടച്ചു വെച്ച് 20 മിനിറ്റ് നേരം വേവിക്കാം.
ഇഡലി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡലിയാണ്. ഇത് ഞാനിനി തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കാണിക്കാം. ഇഡലിക്കും ദോശയ്ക്കും കൂട്ടി കഴിക്കാനായി ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇതിന് മുളക് കാന്താരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കരിയാപ്പല. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം എണ്ണ ഒഴിച്ച് ഉള്ളി ചേർക്കണം. അതിലേക്ക് കാന്താരി. ഇത് വഴന്ന് വരുമ്പോൾ അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങായും ചേർക്കാം. ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്ന ഈ ചമ്മന്തിക്ക് സാധാരണ ചുമ്മാ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിയേക്കാൾ നല്ല രുചിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വഴറ്റി ചമ്മന്തി അരയ്ക്കുന്നത്. ഓഫാക്കി വെക്കാം. അല്പം തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ചമ്മന്തി തിളയ്ക്കണ്ട, അത് ചെറുതായി ചൂടായി വന്നാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേട്ടോ, അതൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ഇത് നല്ല ആരോഗ്യകരമായ ആഹാരമാണ്. ഈ ആഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് ഇതിന്റെ അഭിപ്രായം പറയണം. സാധാരണ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഇഡലിയേക്കാൾ നല്ല നിറമുണ്ട്, നല്ല മയമുണ്ട്. ഇത് നല്ല രുചിയാണ്. നിങ്ങൾ ഇതൊന്ന് തിന്നു നോക്കണം. നല്ല മയമുണ്ട്, നല്ല രുചിയുള്ള നല്ല ഇഡലിയാണ്. അതുപോലെ തന്നെ ദോശയും നല്ല മയമുള്ള നല്ല രുചിയുള്ള ദോശയാണ്. എല്ലാവരും ഈ ആഹാരം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം.